അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷ ഇന്ന് 18/4/2026 1:30 PM മുതൽ 3:20 വരെയായിരുന്നു പരീക്ഷ. വിശകലനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. എത്ര മാർക്ക് കിട്ടിയാൽ നമുക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കും, എത്ര പേരാണ് പരീക്ഷ എഴുതിയത്, അതുപോലെ തന്നെ എന്നാണ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്, കട്ട് ഓഫ് മാർക്ക് എത്ര വരും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് അവലോകനം ചെയ്യാം. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ച് വിശകലനം നടത്തുകയാണെങ്കിൽ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി. സാറേ, കട്ട് ഓഫ് മാർക്ക് എത്ര വരും? എല്ലാവർക്കും അറിയേണ്ടത് കട്ട് ഓഫ് മാർക്ക് എത്ര വരും, എത്ര മാർക്ക് കിട്ടിയാൽ എനിക്ക് ഇത്ര മാർക്കുണ്ട്, ഈ മാർക്ക് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ധാരാളം സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുട്ടികൾ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ച് പൊതുവായി പറയുകയാണെങ്കിൽ ഇംഗ്ലീഷും മലയാളവും വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക് ആയിരുന്നു എന്ന് വേണം പൊതുവെ പറയാൻ. കാരണം സാധാരണ PSC പരീക്ഷകളുടെ നോർമൽ രീതിയിലുള്ള ചോദ്യങ്ങളാണ് എല്ലാം വന്നത്. അതുപോലെ തന്നെ ജനറൽ നോളജ് ആണെങ്കിലും അത്രയധികം പ്രയാസം ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തു നിന്ന് കുറച്ച് നല്ല ചോദ്യങ്ങൾ, നല്ല നിലവാരമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ധാരാളം ഉദ്യോഗാർത്ഥികൾ അധികം പരിഗണന നൽകാതെ, കാരണം പരീക്ഷ സ്ഥിരമായിട്ട് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ വളരെയധികം ലാഘവ ബുദ്ധിയോടുകൂടി കണ്ട ഒന്നാണ് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്സിന് ഉണ്ടായിരുന്നത്. പക്ഷേ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഭാഗത്തിന് വളരെ കെയർലെസ് ആയിട്ടാണ് പല ഉദ്യോഗാർത്ഥികളും ആ ഭാഗം കണ്ടത്. അതുകൊണ്ട് തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് അത് വളരെ പ്രയാസമുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ പരീക്ഷയ്ക്ക് കാണുന്നത്. പൊതുവെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മാർക്ക് നമ്മളെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഉയർന്ന റാങ്കിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒരു ഭാഗമാണ് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴായിട്ട് പഠിച്ചതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഇത്രേ ക്വസ്റ്റ്യനുകൾ വരുള്ളൂ എന്നുള്ള ഒരു ലാഘവത്തോടെ അല്ലെങ്കിൽ കെയർലെസ് ആയിട്ടുള്ള ഒരു പഠന രീതിയാണ് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഭാഗത്തു നിന്ന് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഉണ്ടായത്. അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മോഡൽ എക്സാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ അത് കണ്ടുള്ളൂ. പക്ഷേ അതിൻ്റെ അകത്ത് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, അത് മോഡൽ എക്സാം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പല ഉദ്യോഗാർത്ഥികളും വളരെ ശ്രദ്ധിക്കേണ്ട പല ചോദ്യങ്ങളും ശ്രദ്ധിക്കാതെ വന്നുകൊണ്ടാണ് ഈ പരീക്ഷ പൊതുവെ പ്രയാസമുള്ള രീതിയിലേക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ഓരോ ടോപ്പിക്കും തിരിച്ചു പറയുകയാണെങ്കിൽ വരാൻ കാരണം. അപ്പോൾ 1.01 ലക്ഷം പേര് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്ത ഒരു പരീക്ഷയാണ് ഈ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഏകദേശം 60-65% ഉദ്യോഗാർത്ഥികളാണ് ഹാജരായതെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ തന്നെ പുറത്തു വരുന്നതേ ഉള്ളൂ. എങ്കിലും ഏകദേശ കണക്കനുസരിച്ച് അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 1,32,879 പേർ അപേക്ഷിച്ച തസ്തികയിൽ കൺഫർമേഷൻ കൊടുത്തത് 1,01,816 പേര് മാത്രമാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറായത്. പക്ഷേ പരീക്ഷാ ഹാളിൽ എത്തിച്ചേർന്ന് പരീക്ഷ എഴുതിയത് അതിൽ നിന്നും 60-65% ഉദ്യോഗാർത്ഥികൾ മാത്രമാണ്. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് മുൻ വർഷങ്ങളിലൊക്കെ കട്ട് ഓഫ് മാർക്ക് നിങ്ങൾക്കറിയാം 69 കട്ട് ഓഫ് മാർക്ക് വന്ന വർഷങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 65-നും 70-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ എല്ലാം തന്നെ ഇരിക്കുന്നത്. പലരും മാർക്ക് പറഞ്ഞപ്പോൾ അവരുടെ മിക്ക ഉദ്യോഗാർത്ഥികളും എന്നെ വിളിച്ച ഉദ്യോഗാർത്ഥികൾക്ക് 60-ന് മുകളിൽ മാർക്കുള്ള ധാരാളം ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കട്ട് ഓഫ് മാർക്ക് പൊതുവെ പറയുകയാണെങ്കിൽ പരീക്ഷ ചോദ്യപേപ്പറുകളൊക്കെ വിലയിരുത്തുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന 65-ന് മുകളിലൊക്കെ കട്ട് ഓഫ് മാർക്ക് വരാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകേണ്ടത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു 2000 പേരുടെ ലിസ്റ്റാണ് ഇടുന്നതെങ്കിൽ ഈ രീതിയിലുള്ള കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. ഇനിയും ലിസ്റ്റ് ചുരുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് മാർക്ക് ഉയരാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ നല്ല വിപുലീകരിച്ചുള്ള ഇത്രയും ഉദ്യോഗാർത്ഥികൾ എഴുതിയ പരീക്ഷ ആയതുകൊണ്ട് തന്നെ നല്ല വിപുലീകരിച്ചുള്ള ലിസ്റ്റ് ഇടണമെന്ന ഉദ്യോഗാർത്ഥികൾ നേരത്തെ തന്നെ PSCയോട് അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ ലിസ്റ്റ് ചുരുക്കാതെ തന്നെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിട്ട് നമുക്ക് പല പരീക്ഷകളിലും കാണാൻ സാധിക്കുന്നുണ്ട്.
വരുന്നുണ്ട്. അത് ഈ പരീക്ഷയ്ക്കും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ നേരത്തെ തന്നെ മുന്നിട്ടിറങ്ങേണ്ടതാണ്. അതുപോലെ തന്നെ ചോദ്യങ്ങളിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. അതോ പ്രൊവിഷണൽ ആൻസർ കീ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഉടൻ തന്നെ ചലഞ്ച് ചെയ്താൽ അത് ഫൈനൽ ആൻസർ കീയിൽ മാറ്റം വരുത്തി തരുന്നതാണ്. പല ഉദ്യോഗാർത്ഥികളും ചില ചോദ്യങ്ങളെ സംബന്ധിച്ചൊരു കറക്ഷൻ ഉണ്ട് എന്ന് പല ഉദ്യോഗാർത്ഥികളും എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം. അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് ലിസ്റ്റ് സാധാരണഗതിയിൽ 120 ദിവസത്തിനുള്ളിലാണ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത. മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അപ്പോൾ ഏകദേശം എല്ലാവർക്കും പരീക്ഷയെ സംബന്ധിച്ചൊരു കൃത്യമായിട്ടുള്ള ഒരു അവലോകനം ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.